الرحمن الرحيم. أشهد أن لا إله إلا الله ولي الصالحين، وأشهد أن سيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه ومن اتبع سنته إلى يوم الدين. أما بعد، فيا معشر المسلمين، أوصيكم ونفسي بتقوى الله تعالى وطاعته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. الله الذي له ما في السماوات وما في الأرض، وويل للكافرين من عذاب شديد. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا، أولئك في ضلال بعيد. وما أرسلنا من رسول إلا بلسان قومه ليبين لهم، فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് തസ്കിയത്തിന്റെ വഴി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാനുള്ളത്. തസ്കിയത്ത് എന്ന് പറയുമ്പോൾ തന്നെ തരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ ചിന്തയിൽ ഓടിവരിക. പക്ഷെ വിമർശിക്കപ്പെട്ട തരീഖത്തുകളെ സംബന്ധിച്ച്, വിമർശിക്കപ്പെടേണ്ടുന്ന തരീഖത്തുകളെ സംബന്ധിച്ച് ഇന്നലെ വിശദമായ ക്ലാസ് ഇവിടെ നടന്നു. അതുകൊണ്ട് തന്നെ അതല്ല എന്റെ വിഷയം. മറിച്ച് ഏത് തരീഖത്താണ് ഒഴിവാക്കേണ്ടത് എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇനി ഏതാണ് സ്വീകരിക്കേണ്ടത്, എന്താണ് തസ്കിയത്തിന്റെ ശരിയായ വഴി, പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്ന തസ്കിയത്തിന്റെ ശരിയായ വഴി എന്താണ്, ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഈ ഓടിവെച്ച ആയത്തിൽ അതിന് എല്ലാം മറുപടിയുണ്ട്. നമ്മുടെ അയിമ്മത്ത് ആരിഫീങ്ങൾ മശായിഖന്മാർ എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവനും സൂറത്ത് ഇബ്രാഹീമിലെ ആദ്യത്തെ ആയത്തുകളായ ഈ ആയത്തുകളിൽ കൃത്യമാണ് അള്ളാഹു വരച്ചു കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് സമയത്തിനനുസരിച്ച് ഇവിടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഞാനിവിടെ അവതരിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യമായി ഈ ആയത്തിന്റെ തഫ്സീർ, അതിന്റെ അർത്ഥം നമുക്ക് നൽകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം റാ. അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. കിതാബുൻ അൻസൽനാഹു ഇലൈക്. ഇത് നാം തങ്ങളിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. തങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, അന്നാസ ജനങ്ങളെ, മിനൽ ളുലുമാതി ഇരുട്ടുകളിൽ നിന്ന്, ഇലൻ നൂരി പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ, ബിഇദ്നി റബ്ബിഹിം യഥാർത്ഥത്തിൽ അവരുടെ മുറബ്ബിയായ റബ്ബിന്റെ സമ്മതപ്രകാരം, അവന്റെ അനുമതി, അപ്പപ്പോൾ കിട്ടുന്ന അനുമതി പ്രകാരം കൊണ്ടുവരാൻ വേണ്ടി. അഥവാ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഇലൻ നൂരി, നൂറിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ബദലാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ജറിന്റെ ഹർഫിനെ മടക്കിക്കൊണ്ട് പറയുന്നു, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ടും നിർത്തിയില്ല, അല്ലാഹുല്ലദി, അഥവാ അല്ലാഹുവിലേക്ക്. എന്തിനാ അങ്ങനെ പറയുന്നത്? നേരിട്ടങ്ങോട്ട് പറയാമായിരുന്നല്ലോ, ലിതുഖ്രിജൻ നാസ ഇലല്ലാഹ് എന്ന്. ആ തസ്കിയത്തിന്റെ വഴി, ആ രൂപമാണ് അല്ലാഹു കാണിച്ചു തരുന്നത്. അല്ലാഹുവിലേക്കാണ് എത്തേണ്ടത്. ആ എത്താനുള്ള വഴിയാണ് അല്ലാഹു കാണിച്ചു തന്നത്, അല്ലാഹുവിലേക്ക് എത്താൻ വേണ്ടി. എന്നിട്ട് അല്ലാഹുവിനെ അവിടെ വെച്ചൊന്ന് പരിചയപ്പെടുത്തുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആ അല്ലാഹുവിനുള്ളതാണ് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലവും. അവിടെ അത് പറഞ്ഞതിന് വളരെ വലിയ അർത്ഥമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ വലിയ അർത്ഥഗർഭമായ ആ ആയത്തിന്റെ പൊരുളുകൾ നമുക്ക് ചുരുളഴിക്കാൻ കഴിയും. പിന്നീട് അല്ലാഹു തആല പറയുന്നു, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നു, വവൈലുൽ ലിൽ കാഫിരീൻ. സത്യനിഷേധികൾക്കാണ് സകലനാം ശക്തമായ അദാബിനാൽ. എന്നിട്ട് അള്ളാഹുവിനെ തൊട്ട്, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനെ തൊട്ട്, അവനെ ഉൾക്കൊള്ളുന്നതിനെ തൊട്ട്, അവനെ സ്നേഹിക്കുന്നതിനെ തൊട്ട്, അവനെ ആരാധിക്കുന്നതിനെ തൊട്ട്, പൂർണ്ണമായുള്ള മാരിഫത്തിനെ തൊട്ട് തടമായിരിക്കുന്നതൊക്കെ അള്ളാഹുവിനെ തൊട്ടുള്ള ഹിജാബാണ്. അതൊക്കെ ളുലുമാത്താണ്. അതിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി, എന്നാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ പ്രധാനമായ തടസ്സം കുഫ്റും ശിർക്കുമാണ്.
എന്നിട്ട് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ആ കുഫറിന്റെയും ശിർക്കിന്റെയും അതിനോട് അനുബന്ധമായ സകല ഹിജാബുകളുടെയും മൂല കാരണം ഹുബ്ബുദ്ദുനിയയാണ്. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ. ആരാണ് മഹ്ജൂബീങ്ങൾ? ആരാണ് ഈ കാഫിരീങ്ങൾ? അവരുടെ യഥാർത്ഥ മൂലമായ അസ്ല് കാരണമെന്ത്? അവരുടെ മൂലമായ രോഗമെന്ത്? അടിസ്ഥാന രോഗം അല്ലാഹു വിശദീകരിക്കുന്നു. അല്ലദീന യസ്തഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഇഷ്ടപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. യുഹിബ്ബൂന എന്ന് പറയാതെ അലിഫും സീനുമുള്ള ഇസ്തഹബ്ബ ഉപയോഗിച്ചതിന് വലിയ അർത്ഥം അവിടെയുണ്ട്. അങ്ങോട്ടൊക്കെ ഞാൻ എത്തുമോ എന്ന് എനിക്കറിയില്ല. الذين يستحبون الحياة الدنيا ويصدون عن سبيل الله. എന്നിട്ട് അവരുടെ ഹുബ്ബുദ്ദുനിയ നിലനിർത്താൻ വേണ്ടി ദുനിയാവിയായ സമ്പത്തും ജാഹും വെളുപ്പവും ബഹുമാനവും ആളുകളും മുരീദന്മാരൊക്കെ ഉണ്ട്, അവരുടെ ശൈഖാണ്, അതൊക്കെ ഹുബ്ബുദ്ദുനിയയിൽപ്പെട്ടതാണ്. അതിനെ നിലനിർത്താൻ വേണ്ടി വയസുദ്ദൂന അൻ സബീലില്ലാഹ്, സത്യമാർഗത്തെ തൊട്ട് അവർ തടയുകയും വയബ്ഗൂനഹാ ഇവജ, അതിനൊക്കെ പാര പണിയുകയും ചെയ്യുന്നു. വളഞ്ഞ കള്ള തരീഖത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കള്ള ശരീഅത്തുകൾ ഉണ്ടാക്കുന്നു ബിദ്അത്തുകാരെങ്കിൽ, കള്ള തരീഖത്തുകാരുണ്ടാക്കുന്നു, കള്ള തരീഖത്തുണ്ടാക്കുന്നു മറ്റുള്ളവർ. എല്ലാം അള്ളാഹു കൃത്യമായി പറയുന്നു. എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്ന ആയത്ത്, ഞാൻ ഓതി വെച്ച അവസാനത്തെ ആയത്ത്, ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ആദ്യമായി അള്ളാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു, നമ്മളിറക്കിയ കിതാബാണിത്. ഈ കിതാബിലാണ് അപ്പോൾ എല്ലാ രോഗത്തിനും ചികിത്സയുള്ളത്. പുറത്തു ഒരുത്തിൽ നിന്നും അത് കിട്ടുകയില്ല. വിശുദ്ധ ഖുർആനാണ് മജ്മൂഉൽ അദ്വിയ. നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടുവരാനുള്ള മുഴുവനും അതിലേ ഉള്ളൂ. വേറെ ഒരു ഗുൽദാറിൽ നിന്നും അത് കിട്ടുകയില്ല. അത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ? അതിലുണ്ട്. എന്നാൽ ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാർ ചെയ്യുന്ന പണി എന്താണ്? ആ വിശുദ്ധ ഖുർആനിന് ദുർവ്യാഖ്യാനം ചെയ്യും. ആ വിശുദ്ധ ഖുർആനിന് നൽകപ്പെടാൻ കഴിയാത്ത ബാത്തിനിയാക്കൾ പഴയകാലത്ത് ചെയ്തിരുന്നത് പോലെ പല ആയത്തുകൾക്കും അലി എന്നും ഫാത്തിമ എന്നൊക്കെ പറഞ്ഞതുപോലെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പദങ്ങളോ അറബി ഭാഷയുടെ ശൈലിയോ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യന്മാരെ പഴപ്പിക്കും. ഇതൊക്കെ ശൈഖിന്റെ അടുത്ത് വന്നാലേ തിരിയുള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ അല്ലാഹു അടിവരയിട്ട് പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. അതിൽ വഞ്ചിതരായി പോകരുത്. വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ പ്രവാചകന്റെ ഖൗമിന്റെ ഭാഷയിലല്ലാതെ വേറൊരർത്ഥം അതിന് നൽകാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിന് വേറൊരു പദമുണ്ടെങ്കിൽ അതൊക്കെ ഭാഷാപരമായി അംഗീകരിക്കപ്പെട്ടതല്ലാത്ത ഒരർത്ഥം കൊടുക്കുന്നത് ഖുർആൻ വളരെ കർശനമായി അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. വമാ അർസൽനാ മിർ റസൂലിൻ, ഈ കള്ളന്മാരുടെ സ്വഭാവം അതാണല്ലോ. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമി, ആ റസൂലിന്റെ ഖൗമിന്റെ ഭാഷയിലല്ലാതെ. അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്ത് ലോകം മുഴുവനുമാണെങ്കിൽ റസൂലിന്റെ ഖൗം അറബിയാണ്, റസൂലിന്റെ ഭാഷ അറബി ഭാഷയാണ്. അറബി ഭാഷയിലില്ലാത്ത അത് പല നിലക്കുള്ള ദലാലത്തുണ്ട്, നസ്സുണ്ട്, തളമ്മുണ്ട്, അതുപോലെ കിനായത്തുണ്ട്, മജാസുണ്ട്, തശ്ബീഹുണ്ട്, പലതുമുണ്ട്, പല ഇഷാറാത്തുകളുമുണ്ട്. അതൊക്കെ ശരി, പക്ഷെ അതൊക്കെ അതിൽ നിന്ന് വരുന്നത് തന്നെ അതിന് അറബി ഭാഷയിൽ ഒരു മാനദണ്ഡമുണ്ട്. ഇതില്ലാത്ത ഒരർത്ഥവും സ്വീകരിക്കാനേ പാടില്ലെന്ന് അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അത് ആര് പറഞ്ഞാലും ശരി, ഏത് ശൈഖ് പറഞ്ഞാലും ശരി, സ്വീകരിക്കാൻ പാടില്ല. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ റസൂലിന്റെ ഖൗമിന്റെ ഭാഷ കൊണ്ടല്ലാതെ. മൊത്തത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക്, ആദ്യത്തിലേക്ക് തന്നെ കടക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി ഏതാണ് ഈ ളുലുമാത്ത്, ഏതാണ് ഈ നൂറ്? ചെറിയ നിലക്കൊന്ന് മനസ്സിലാക്കാം. മനുഷ്യനിൽ നൂറും ഉണ്ട്, ളുലുമാത്തുമുണ്ട്. മനുഷ്യന്റെ തബീഅത്തിൽ, പ്രകൃതിയിൽ ഉണ്ട്. അത് കാരണം മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിച്ചതുപോലെ ഒന്ന് മണ്ണിൽ നിന്നാണ്. മണ്ണിന്റെ സ്വഭാവം മനുഷ്യരുണ്ടാകും. ആ മണ്ണിന്റെ സ്വഭാവങ്ങൾ തന്നെ അല്ലാഹു തആല പല രൂപത്തിൽ വിശദീകരിച്ചു. അല്ലാഹു അക്ബർ. അപ്പോൾ
നൂറും ളുലുമാത്തും രണ്ടും മനുഷ്യന്റെ പ്രകൃതിയിലുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തൊട്ട് മറയായി നിൽക്കുന്നതൊക്കെ ളുലുമാത്താണ്, അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതെല്ലാം നൂറുമാണ്. ആ ളുലുമാത്ത് മനുഷ്യനിലുണ്ട് എന്ന് പറയാൻ കാരണം മനുഷ്യന്റെ പ്രകൃതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുവ അഅലമു ബിക്കും, സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ ആയത്തിൽ, ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ ഇന്ന റബ്ബക ഹുവ വാസിഉൽ മഗ്ഫിറ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അള്ളാഹു നന്നായി പുറത്തു തരുന്നവനാ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഹുവ അഅലമു ബിക്കും, അള്ളാഹ്ക്കറിയാം നിങ്ങളെ സംബന്ധിച്ച്. ഇത് അൻശഅകും മിനൽ അർളി, മണ്ണിൽ നിന്നാണല്ലോ അവൻ നിങ്ങളെ ഉണ്ടാക്കിയത്. നശ്അത്ത്, നിങ്ങൾ ഉണ്ടാക്കലും വളർച്ചയും ആ സ്വഭാവങ്ങളിൽ ഉണ്ടാവുമല്ലോ. വഇദ് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആവുന്ന സന്ദർഭം, ഗർഭസ്ഥ ശിശുക്കളായിരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പോഷകങ്ങൾ നിങ്ങൾ എടുത്തിരുന്നത് ദമുൻ ഫാസിദാകുന്ന ഖുർആൻ അദ എന്ന് വിശേഷിപ്പിച്ച ആർത്തവരക്തത്തിൽ നിന്നാണല്ലോ. ഖുർആൻ ആർത്തവരക്തത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇസ്തിഹാലത്ത് അതയല്ല, നേരെ മറിച്ച് ഹൈദ് അതയാണ്. ഈ അതയിൽ നിന്നാണ്, ഈ മ്ലേച്ഛമായ സംഗതിയിൽ നിന്നാണ് മനുഷ്യൻ അവന്റെ ഈ ഗർഭസ്ഥ ശിശുവായിരുന്ന കാലഘട്ടത്തിൽ അവന്റെ പോഷകങ്ങൾ അവൻ എടുക്കുന്നത്. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലും അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗയ്യിലുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ എന്ന സൂറത്തുർ റഅദിന്റെ 8-ാമത്തെ ആയത്ത് നോക്കിയാലും ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. അയിമ്മത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്, ആധുനിക ശാസ്ത്രം അത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ മണ്ണിൽ നിന്ന് ഹമഉം മസ്നൂൻ എന്ന് പറയുന്ന ദുർഗന്ധം വമിക്കുന്ന കലിക്കട്ടയിൽ നിന്ന് പറിച്ച നിങ്ങൾ, അതിൽ നിന്ന് വളർന്ന നിങ്ങൾ, ഹൈലരക്തം കൊണ്ട് പോഷകങ്ങളുണ്ടായ നിങ്ങൾ, അതേസമയം ബൈത്തുള്ള എന്ന് പറയും പോലെ അള്ളാഹുവിന്റെ വീടാണ് പരിശുദ്ധ കഅബാലയം, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് പോലെ ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി എന്ന് തശ്രീഫിന്റെ ഇലാഫത്ത് ആദരിച്ചുകൊണ്ട് എന്റെ റൂഹ് എന്ന് അള്ളാഹു പറഞ്ഞ ഈ റൂഹും മനുഷ്യനിലുണ്ട്. അത് രണ്ടും കൂടി കൂടിയതാണ് മനുഷ്യൻ. അതാണ് വനഫ്സിൻ വമാ സവ്വാഹാ, നഫ്സിനെ രണ്ടും കൂടി സമപ്പെടുത്തി എന്ന് പറഞ്ഞത്. രണ്ടും കൂടി സമപ്പെടുത്തി. വനഫ്സിക്കല്ലത്തി ബൈന ജംബൈക്ക്, ഈ രണ്ട് ജംബിന്റെയും ഇടയിലുള്ള നഫ്സ് എന്ന് പറഞ്ഞത് ഈ രണ്ട് അവസ്ഥയിലേക്ക് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഈ നഫ്സിൽ രണ്ടിന്റെയും വിശേഷണങ്ങൾ ഉണ്ടാകും, രണ്ടിന്റെയും ഗുണങ്ങൾ ഉണ്ടാകും. റൂഹ് അതിന്റെ ഗതി എപ്പോഴും മേൽപോട്ടാണ്, ആലമുൽ അംറിലേക്കാണ്, മലക്കാനിയായ സ്വഭാവമാണ്, അത് നൂറാനിയാണ്, പ്രകാശിതമാണ്. അതേ സമയത്ത് ശരീരം, അതിന്റെ സ്വഭാവങ്ങൾ, അതിന്റെ തബീഅത്ത് അത് ളുൽമാനിയാണ്. അപ്പോൾ മനുഷ്യൻ ഈ ശരീരത്തെ ഈ ഉഖ്റവിയായ ചിന്തയിലൂടെ, തഖ്വയിലൂടെ, ഘട്ടം ഘട്ടമായ തഖ്വ, ഹറാമിൽ നിന്നുള്ള, ആദ്യം കുഫറിൽ നിന്നുള്ള തഖ്വ, പിന്നെ ഹറാമിൽ നിന്നുള്ള തഖ്വ, ശുബ്ഹാത്തിൽ നിന്നുള്ള തഖ്വ, പിന്നെ ഹലാലി എന്ന പോലുമുള്ള തഖ്വ, അതിലേക്കൊക്കെ ഹദീസ് സൂചിപ്പിക്കുന്നു, ആയത്തുകളും സൂചിപ്പിക്കുന്നു. ആ തഖ്വയിലൂടെ, അതുപോലെ മനസ്സമരത്തിലൂടെ നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, ഇച്ഛകളെ നാം കീഴ്പ്പെടുത്തി ഈ ശരീരത്തിലേക്ക് റൂഹിന്റെ സ്വഭാവത്തെ ഇങ്ങോട്ട് സന്നിവേശിപ്പിക്കുന്ന പ്രക്രിയ, അതാണ് മുജാഹദ എന്ന് പറയുന്നത്. അതിലൂടെയാണ് അത് സന്നിവേശിക്കുക. അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലേക്കും. അതാണ് അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. അത് തന്നെ ഇവിടെ പറയുന്നു, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെങ്കിൽ ഖിലാഫത്തിന്റെ ഹുക്മ കൊണ്ട് അമ്പിയാക്കൾ അത് നിർവഹിക്കുന്നു. മനുഷ്യന്മാരെ അവരെ ളുലുമാത്തിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവന്നേയിരിക്കുന്നു. അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും ഈ റൂഹിന്റെ സ്വഭാവം പ്രസരിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ ശക്തമായി പ്രസരിക്കുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ സ്വഭാവം, ഓരോ അവയവങ്ങളുടെയും സ്വഭാവം മാറുകയും ചെയ്യും. ഇതിലേക്കാണ് മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ എന്ന് പറഞ്ഞുകൊണ്ട് കുൻതു സംഅഹു, ഞാൻ അവന്റെ കൈയാവും കാലാകും എന്നൊക്കെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു,
തഹജ്ജുദിന്റെ ശേഷമൊക്കെ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ സമഇ നൂറാ വഫീ യദി നൂറാ, അങ്ങനെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഏകദേശം 27 അംഗങ്ങളെ എണ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നൂറ് ചോദിക്കുന്നു. എന്നിട്ട് പിന്നെ അവസാനം ചില റിപ്പോർട്ടുകളിൽ, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം വജ്അൽനി, എന്നെ തന്നെ നൂറാക്കി മാറ്റി, എന്നെ തന്നെ നൂറാക്കി മാറ്റണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ റൂഹിന്റെ ഈ ഗുണം വിശേഷണങ്ങൾ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ചെടുത്തുകൊണ്ട്, അതിലേക്ക് പ്രസരിച്ചുകൊണ്ട്, അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ഭൗതിക ശരീരത്തിന്റെ ഗുണങ്ങൾ ഇല്ലാതെയാകുന്ന ഫനാഇന്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് അവർണ്ണനീയമായ പല അത്ഭുതങ്ങളും പല ഗുണങ്ങളും അവന് ലഭിക്കുകയും ചെയ്യും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ അയിമ്മത്ത് വിവരിച്ചു. അതോടൊപ്പം പുത്തൻവാദികൾ പോലും അവരുടെ നേതാവ് ഷൗക്കാനി, അദ്ദേഹത്തിന് ഈ ഹദീസിൽ വലിയ ഒരു ശറഹുണ്ട്. മൻ ആജാലി വലിയൻ എന്ന ഹദീസ് മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹം ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഅയ്യു മാനിഇൻ മിൻ അൻ യുമിദ്ദല്ലാഹു സുബ്ഹാനഹു അബ്ദഹു മിൻ നൂരിഹി فيصير صافيا من قدرات الحيوانية الإنسانية لاحقا بالعالم العلوي سامعا بنور الله مبصرا بنور الله باطشا بنور الله എന്നിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു فيسمع سماعا لا كما يسمعه أمثاله. ഇങ്ങനെ റൂഹിന്റെ നൂറാനിയത്ത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും പ്രവേശിച്ച് ആ അവയവങ്ങൾക്കൊക്കെ പ്രത്യേകമായ മലക്കാനിയായ ഖുവ്വത്ത് അല്ലാഹു കൊടുക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ഒരു തടസ്സവുമില്ല, മറിച്ച് അതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ അവയവങ്ങൾക്ക് അത് ലഭിക്കാത്തവർക്കില്ലാത്ത ഗുണങ്ങൾ അവർക്കുണ്ടാകും. മറ്റുള്ളവർ കേൾക്കാത്തത് അവൻ കേൾക്കും, മറ്റുള്ളത് കാണാത്തത് അവൻ കാണും, മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അവൻ ചിന്തിക്കും എന്നല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവസാനം പൂർണ്ണമായി ശരീരത്തിന്റെ ഓരോ രോമക്കുത്തിലേക്കും ഈ നൂറ് പ്രവേശിച്ചുകൊണ്ട് നൂറാനിയായി മാറിക്കഴിഞ്ഞാൽ സ്വാറ ലാഹിഖൻ ബിൽ ആലമിൽ ഉൽവി, അവൻ മലക്കാനിയായ ലോകത്തേക്ക് ഉയരും എന്ന് സാക്ഷാൽ ശൗക്കാനി പറയുന്നു. ആലമുൽ അർവാഹിലേക്ക് ഉയരും അവരുമായി സംവദിക്കാൻ അവൻക്ക് കഴിയും. അതാണ് അതിന്റെ അർത്ഥം. ഒരു ഉളുവിന് ആ കഴിവുണ്ടെങ്കിൽ, ഒരു അവയവത്തിന് ആ കഴിവുണ്ടെങ്കിൽ ആ അവയവത്തിന് മറ്റുള്ളവർക്കില്ലാത്ത കഴിവുണ്ടാകും. മാത്രമല്ല പിന്നീട് അദ്ദേഹം വീണ്ടും പറയുന്നു, ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ മുസ്തനീറാവും. ഇദാ അമില ബിഹിൽ ഇൻസാൻ, അല്ലാഹുവിൽ നിന്ന് പ്രത്യേക നൂറും അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കാന അമലുഹു, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാലിഹൻ, നല്ലതേ ആവൂ, മുവാഫിഖൻ, സത്യമേ ആവൂ, മുവാഫിഖൻ ലിമാ ഹുവ സ്വവാബ്, സത്യത്തോട് യോജിച്ചേ വരൂ. അവരാണ് മഹ്ഫൂളീങ്ങളായ ഔലിയാക്കൾ. ഔലിയാക്കളെ കൂട്ടത്തിൽ മഹ്ഫൂളീങ്ങളുണ്ട്. അമ്പിയാക്കൾക്ക് ഇസ്മത്തുണ്ടെങ്കിൽ ഔലിയാക്കളുടെ ഇതിനെ സംബന്ധിച്ച് ഹിഫ്ള് എന്നാണ് പറയുക. ആ മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളിൽ നിന്ന് ഈ നിലയ്ക്കുള്ള അവസ്ഥയിലേക്ക് എത്തിയാൽ അവരിൽ നിന്ന് പാപമുണ്ടാവുകയില്ല. അവരാണ് മഹ്ഫൂളീങ്ങളായ ഔലിയാക്കൾ എന്ന പേരിൽ നമ്മുടെ മശായിഖന്മാര് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളവർ. ഇത് ഷൗക്കാനി മാത്രമല്ല, ഇമാം റാസി വിവരിക്കുന്നുണ്ട്. ഫൈദുൽ ഖദീറി, ബഹുമാനപ്പെട്ട ഇമാം മുനാവി ഒരു വലിയ ആരിഫിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നു, സൂറത്ത് ഹൂദിലെ 3-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇല്ല അന്നൽ അലായികൽ ജസദാനിയ അൽമാനിയ തുഖദ്ദിറു തിൽക്കൽ അൻവാർ الروحانിയ فاذا زالت هذه العلائق اشرقت تلك الانوار وتلألأت تلك الاضواء وتوالت موجبات السعادات فهذا هو المراد من قوله ويؤتي كل ذي فضل فضلا. ഓരോരുത്തർക്കും അവരുടെ ശുദ്ധിക്കനുസരിച്ച് അള്ളാഹു ഓശാരമായി കൊടുക്കുമെന്ന് പറഞ്ഞത് ഈ നൂറാനിയത്ത് ഉയരുന്നതിനനുസരിച്ച് ആലമുൽ അർവാഹിൽ നിന്നുള്ള പ്രത്യേകമായ നൂറും സഹായവും അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് സൂറത്ത് ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ പറയുമ്പോൾ മറ്റൊരിടത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, സാറ മിസ്ലു ഹാദൽ ഇൻസാൻ, ഈ ഗതിയെത്തിയ മനുഷ്യൻ, ഈ അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യൻ ആയിത്തീരും മുതവഗ്ഗിലൻ ഫി ആലമിൽ ഖുദ്സി, ആലമുൽ ഖുദ്സിൽ പ്രവേശിച്ചവനായിത്തീരും എന്ന്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ
പിന്നെ തവസ്സുൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ കറാമത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വേറെ ഒന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ല. അങ്ങോട്ടെത്തിയാൽ ആലമുൽ ഖുദ്സിലേക്ക് അവനെത്തും, വത്തഹാറത്തി പരിശുദ്ധിയുടെ അത്യുന്നതമായ അവസ്ഥയിലേക്കും ആ ലോകത്തേക്കും അവൻ ഉയരും. മുതബർരിഅൻ അൻ അലായിഖിൽ ജിസ്മി വൽ ഹിസ്സി, ഈ ഭൗതികതയുടെ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളിൽ നിന്നും അവൻ മോചിതനാകും. എന്നിട്ട് ഇലാ അൻ യസീറ ബിഹൈസു ലാ യറാ ഇല്ലല്ലാഹ് വലാ യസ്മഉ ഇല്ലല്ലാഹ് വലാ യതഹറകു ഇല്ലാ ബില്ലാഹ്. ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെയും ഇറാദത്തിന്റെയും ഹിക്മത്തിന്റെയും മവാഹിറുകളാണല്ലോ, പ്രകടന വേദികളാണല്ലോ. ഇഖ്റ വായിച്ചോ, ബിസ്മി റബ്ബിക പ്രപഞ്ചത്തെ വായിച്ചോ അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ. ഇഖ്റ ഖുർആൻ വായിച്ചോ അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ. അങ്ങനെ വായിക്കാൻ അവന് കഴിയും. കാരണം വലൈസ ഫിൽ അക്വാനി മിൻ ശൈഇൻ ലഹർ ഇല്ലാ ജമാലു ജലാലിഹി ലൈസ സിത്ർ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെയും ഇറാദത്തിന്റെയും ഹിക്മത്തിന്റെയും അവന്റെ അസ്മാകളുടെയും ആധാറുകൾ മാത്രമാകുന്നു. അത് വായിച്ചെടുക്കാൻ, ചിലപ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ, ഈ വസ്തുക്കളിൽ നിന്ന് വായിച്ചെടുക്കാൻ, ചിലപ്പോൾ അതിന്റെ മുമ്പ് തന്നെ വായിച്ചെടുക്കാൻ അവന് കഴിയും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവൻ ഉയരും എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കാണുന്നു, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നു. കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നുള്ള കൂടുതൽ പ്രകാശവും കൂടുതൽ ഹിക്മത്തും കൂടുതൽ ഹുദയും നൽകുന്നു. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ, സന്മാർഗം സിദ്ധിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് ഏറ്റിക്കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈന മിൻ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. തഖ്വയിലൂടെ ജീവിച്ചാൽ അല്ലാഹു വേറെ നൂറ് തരും. ഈ ഉള്ള നൂറ് വികസിച്ചു, പ്രസരിച്ചു, എല്ലായിടത്തേക്കും എത്തി. പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന നൂറും, അതാണ് നൂറുൻ അലാ നൂർ എന്ന് സൂറത്ത് നൂറിൽ പറഞ്ഞത്. നൂറോടെ നൂറായി മാറുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ ഭൗതികതയുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ടുകൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിന്റെ അടിമകളായി മാറുകയാണ്. ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈലുൽ ഖദീറിൽ എടുത്തു ധരിച്ച ആ ഇബാറത്തിൽ പറയുന്നത് ഇവർ മലക്കുകളെ അതിജയിക്കും, മലക്കുകളെക്കാൾ ഇവരുടെ കഴിവ് മുൻതൂക്കമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ബൽ യർജിഹു, ഈ മനുഷ്യന്റെ കഴിവുകൾ റാജിഹാവും മുൻതൂക്കമാകും അലാ കസീരിൻ മിനൽ മലായിക, മലക്കുകൾക്കുള്ള കഴിവ് പല സാധാരണയുള്ള കസീരിൻ മിനൽ മലായിക, ഒരുപാട് മലക്കുകളുടെ അവസ്ഥയേക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ എത്തും എന്ന് ബഹുമാനപ്പെട്ടവർ ഫൈലുൽ ഖദീറിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളൊരു അവസ്ഥ, ഈ ഭൗതികമായ ശരീരത്തിന്റെ ഖുവ്വത്ത്, ഈ ഖുവ്വത്തിലേക്ക് അതിന്റെ റൂഹിന്റെ നൂറാനിയത്ത്, ആ പ്രകാശം അങ്ങോട്ട് പരന്ന് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആ നൂറും കൂടി കിട്ടി. ഈ ഖുവ്വത്ത് നശിക്കുന്നില്ല, നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ ഈ പ്രകൃതി നശിക്കുകയല്ല, അത് സ്ഫുടം ചെയ്യപ്പെടുകയാണ്, അത് ശുദ്ധമാവുകയാണ്, അത് പ്രകാശപൂരിതമാവുകയാണ്. അപ്പോൾ ഈ റൂഹിന്റെ കഴിവും ഭൗതിക ശരീരത്തിന്റെ കഴിവും രണ്ടും കൂടി കൂടുന്നു. അതാണ് അവന്റെ മലക്കുകളെക്കാൾ ഉയരാനുള്ള കാരണം. അതുകൊണ്ടാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഭൗതിക പ്രകൃതിയിൽ പ്രഗത്ഭനായിരുന്ന, ആരും കണ്ടാൽ ഞെട്ടിയിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞല്ലോ, ഉമറെ നിങ്ങളെ പിശാച് കണ്ട വഴിമാറിപ്പോകുന്നു, ആ ജാതി കോല. പക്ഷെ അതിലും വലിയ കോലുള്ളവരെ ഇവിടെ കണ്ടാലൊന്നും പിശാച് പോകില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ ഖുവ്വത്തിലേക്കും ആ നൂറ് പ്രസരിച്ചു. അത് കണ്ടാൽ കിട്ടുമെന്ന് പേടിച്ച് ഓടിപ്പോകും. അതിനുള്ള കഴിവ് ഉമർ റളിയല്ലാഹുവിന് കിട്ടി. മാ റആക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക, നിങ്ങളൊരു വഴിയിലൂടെ പ്രവേശിക്കുന്നത് പിശാച് കണ്ട പേടിച്ച് വഴിമാറിപ്പോകും. സഹിഹായ ഹദീസാണല്ലോ. ഇങ്ങനെ അത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്, ഖുവ്വത്തുള്ള
ശരീരത്തിന് കൂവത്തുള്ള മുഅ്മിനെ അല്ലാത്ത കൂവത്തിനേക്കാൾ ലഈഫായ മുഅ്മിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ് എന്ന ഹദീസും അതിലേക്ക് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ അംബിയാഇനെ സംബന്ധിച്ച് പറയുമ്പോൾ, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചു, അക്മലുൽ മുഅ്മിനീന ഖൽഖൻ വഖുലുഖാ. ആദ്യ ഖൽഖ പറഞ്ഞത്, ഖൽഖിന് താബിആണ് ബാക്കിയുള്ളത്. പ്രകൃതി, ശരീരത്തിന്റെ പ്രകൃതി, അതിൽ പരിപൂർണരായിരിക്കണം റസൂല്. ആ കൂവത്ത് പൂർണ്ണമാവണം. എന്നിട്ട് ആ കൂവത്തിലേക്ക് 100 പ്രസരിക്കണം. അത് അല്ലാഹു ആദ്യം തന്നെ ചെയ്തുകൊണ്ടുവരുന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവുകൾക്ക് അവർക്ക് പിന്നെ ഭൗതികമായ ബന്ധനങ്ങളില്ല, തടസ്സങ്ങളില്ല. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങളും അതുപോലെയുള്ള തഫ്സീർ അബൂ സഊദ് ഒക്കെ പരിശോധിച്ചാൽ, വിവിധ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലനുദ്ഖിലന്നഹും ഫിസ് സ്വാലിഹീൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സ്വാലിഹീങ്ങളിൽ പ്രവേശിപ്പിക്കും. സൽക്കർമ്മം ചെയ്യുന്നവരനല്ലേ സാലിഹീങ്ങൾ? അല്ല, അതുകൊണ്ട് മാത്രം സാലിഹാവില്ല. 1-2 വട്ടമൊക്കെ നമ്മളൊക്കെ വല്ല കച്ചവടം ചെയ്ത് നമ്മൾ താജിറല്ലല്ലോ, കച്ചവടക്കാരനാവില്ലല്ലോ. സ്വലാഹ് അവന്റെ ജീവിത ശൈലിയായി, സ്വഭാവമായി മാറുമ്പോൾ അവരെ സാലിഹീങ്ങളിൽ പ്രവേശിപ്പിക്കും. ഈ ആയത്തും അതുപോലെ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന ആയത്തും അലാ സുറൂരിൽ മുതഖാബിലീൻ എന്നുള്ള ആയത്തുകളൊക്കെ പരസ്പരം ചേർത്തുകൊണ്ട് നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ആളുകൾ, ഈ നൂറാനിയത്തിലേക്ക് ഉയർന്ന ആളുകൾക്ക് ഭൗതികമായ തടസ്സങ്ങളില്ലാതെ ലോകത്തിന്റെ ഏത് കോണുകളിലാണെങ്കിലും അവർ തമ്മിൽ ഒരു പ്രത്യേക തരം മുഖാബലത്തുണ്ടാകും, ഒരു മുഖാമുഖാവസ്ഥയുണ്ടാകും എന്ന് ഈ ആയത്തുകളുടെ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തഫ്സീർ അബൂ സഊദിൽ വദ്ഖുലി ജന്നതി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഫീ സിൽക്കിൽ മുഖറബീന വസ്തളീഇ ബിഅൻവാരിഹിം ഫഇന്നൽ ജവാഹിറൽ ഖുദ്സിയ്യത കൽമറായൽ മുതഖാബില. ഇങ്ങനെ പരിശുദ്ധാത്മാക്കളായിട്ടുള്ള ആളുകൾ അവര് പരിശുദ്ധമായ അഴുക്കില്ലാത്ത 2 കണ്ണാടികൾ അപ്പുറം ഇപ്പുറം വെച്ചതുപോലെയാകുന്നു. ഈ കണ്ണാടിയിൽ കാണുന്ന ആളുകളാണ്. എന്താ രസം! അല്ല, അസുറുരിൻ മുതഖാബിലീൻ. അതൊരു എന്താ ഇപ്പൊ സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്നിട്ടെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ തഫ്സീർ ജലാലിനെ കോരുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക തരം അനുഭൂതിയാണ്. ഇമാം റാസി തങ്ങൾ പറയുകയാണ്, ഫയൽഹറു ഫീ കുല്ലി, ഞാൻ ചുരുക്കി പറയാം, ഫയൽഹറു ഫീ കുല്ലി വാഹിദിൻ മിൻഹാ കുല്ലു മാ വഹറ ഫീ കുല്ലിഹാ. ഈ നിലക്കുള്ള ആളുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതിന്റെ പേരിൽ കിട്ടുന്ന മആരിഫുകൾ, ജ്ഞാനവിജ്ഞാനങ്ങൾ, ഇലാഹിയായ അറിവുകൾ, ആ അനുഭൂതികൾ ഒരാൾക്ക് കിട്ടിയാൽ അതിന്റെ ഗുണം മറ്റവർക്കും കിട്ടും. അവരത് കാണുകയാണ്. അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചേ കിട്ടും. അത് വേറെ കാര്യം. ഒരു കുതുബിന്റെ മർത്തയിൽ ഉള്ള ആൾക്ക് കിട്ടുന്നതൊക്കെ അതിന്റെ താഴെയുള്ളവർക്ക് കിട്ടുമെന്നല്ല, അവരുടെ അവസ്ഥയിലുള്ള അനുസരിച്ച് കിട്ടും. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നുവെങ്കിൽ നമുക്ക് ഒരു ഹദീസ് ഇവിടെ ചേർത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിന് ഒരു കഥ വിവരിച്ചു കൊടുത്ത, സഹാബത്തിന് 2 ചരിത്രങ്ങൾ വിവരിച്ചു കൊടുത്തു. ഞാൻ ചുരുക്കി പറയുകയാണ്, എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ക്ഷമിക്കുക. സമയത്തിന്റെ വീര്യം കൊണ്ടാണ് ഞാൻ ധൃതിയിൽ പറഞ്ഞു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സംഭവം, ഒരു പശു സംസാരിച്ച ചരിത്രം, പശു സംസാരിക്കുകയും ഒരു ചെന്നായ സംസാരിക്കുകയും ചെയ്ത ചരിത്രം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോ സഹാബത്ത് കേട്ടപ്പോ അത്ഭുതത്തിൽ പറഞ്ഞു, ബഖറത്തുൻ തകല്ലമോ, പശു സംസാരിക്കുകയോ എന്ന് പറഞ്ഞു. റീബുൻ യതകല്ലമോ, റീബ് സംസാരിക്കുകയോ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി, നിങ്ങൾക്ക് എന്താ അത്ഭുതം? ഊമിനു ബിഹി അനാ വ അബൂബക്കറിൻ വ ഉമർ, അതുകൊണ്ട് ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കതിൽ യാതൊരു സംശയവുമില്ല, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഇത് പറയുമ്പോൾ അബൂബക്കറും ഉമറും അവിടെയില്ല റളിയല്ലാഹു അൻഹുമാ. അത് മുന്നേ പറഞ്ഞിട്ടുണ്ടാവുന്നൊക്കെ ചില വ്യാഖ്യാനങ്ങളുണ്ട്. അതൊന്നും അത്രത്തോളം പ്രായോഗികമല്ല. പിന്നെന്തിനാ അബൂ ഹുറൈറ അത് പറയുന്നത്? അബൂ ഹുറൈറ പറയാണ്, അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്.
അവരവിടെ ഇല്ലാതിരിക്കെ തന്നെ അള്ളാന്റെ റസൂലിൽ ഇറങ്ങുന്ന ഒരു മഅരിഫത്ത് ആ നൂറാനിയായ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഈ ശൈഖൈനിയുടെ മറായയിൽ അവരുടെ ഹൃദയമാകുന്ന ആ കണ്ണാടിയിൽ പതിയാൻ തലകാല ബന്ധനങ്ങൾ തടസ്സമല്ല എന്നതിലേക്കായിരിക്കാം അത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടല്ലോ, സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് വിളിക്കുമെന്ന്. സ്വർഗത്തിന്റെ ഒരു കവാടത്തിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞപ്പോ മൂപ്പര് ചോദിച്ചു, സ്വർഗത്തിന്റെ ഒരു കവാടത്തിൽ നിന്ന് വിളിച്ചപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ നബിയെ, ഈ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയും ചിലരൊക്കെ ഉണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ ചില ശറഹുകൾ നോക്കിയാൽ കാണാം, അവരുടെ റൂഹാനിയത്ത് വാലിബായിക്കൊണ്ട് സ്വർഗത്തിന്റെ 8 കവാടങ്ങളുടെ മുന്നിലും അവർ പ്രത്യക്ഷപ്പെടുകയും അവരെ അവിടുന്നൊക്കെ വിളിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ അത്തരം ആളുകൾക്കുണ്ടാകും. അവരെ സംബന്ധിച്ചാണ് ഈ ലോകത്ത് നമ്മൾ അബുദാലി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊരു ലോകമാണ്, വല്ലാത്തൊരു ലോകമാണ്. അവരെ നരകം തൊടുകയില്ല. ആ വിഷയത്തിലെ അതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അവർ നരകം തൊടുകയില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തു നിന്ന് നീങ്ങുന്നു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പിന്നീട് പറഞ്ഞത് അല്ലാഹുല്ലദീ, അല്ലാഹുവിലേക്ക് എത്തുക. അല്ലാഹുവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആരാണ് ഈ അല്ലാഹു? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ അല്ലാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെ ഈ അല്ലാഹുവിനുള്ളതാകുന്നു. എന്താണത് അവിടെ പറയാൻ കാരണം? നമുക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ. നമുക്കറിയാം, ഒരു പോലീസ് ഒരു കലക്ടറുടെ സ്വന്തക്കാരനാണ്, അവിടേക്ക് മൂപ്പരെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനാണ്, അല്ലെങ്കിൽ സ്വന്തക്കാരി ആയിക്കോട്ടെ, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിനൊക്കെ അർത്ഥമുണ്ടല്ലോ, എന്നൊരർത്ഥമുണ്ട്. അതിലും അപ്പുറമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലെ മുഖറബാണ് എന്ന് പറയുന്നത്. അതിനും വലിയ അർത്ഥമുണ്ട്. എങ്കിൽ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയുടേതല്ല, ലോകത്തിന്റെ മുൽക്കും നിൽക്കും ആരുടേതാണോ ആ റബ്ബിന്റെ അടുത്തേക്കാണ് അവൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവൻ എന്താ കൊടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അവർക്ക് അവരുദ്ദേശിക്കുന്നത് അല്ലാഹു കൊടുക്കും. കാരണം അല്ലാഹുവിന്റെ ദുനിയാവൊക്കെ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളാണെങ്കിൽ, ആകാശവും ഭൂമിയും അല്ലാഹുവിനുള്ളതാണെങ്കിൽ, സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞ ആയത്ത് അങ്ങനെ പറയുന്നുവെങ്കിൽ മറ്റൊരായത്ത് വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ ലഹും മാ യശാഊന. അവർക്ക് അവരുദ്ദേശിച്ചതുണ്ട് ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അരികിൽ. ദാലിക ജസാഉൽ മുഹ്സിനീൻ ഇദ് കുൻത ലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാഅക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ മാ ശാ അല്ലാഹു അല്ലാ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച, പൂർണ്ണമായി അനുസരിച്ച ഈ നിലയ്ക്ക് നൂറാനിയായ ശരീരമായപ്പോൾ അല്ലാഹു തങ്ങൾക്ക് തന്നു. മിൻ ഖുദ്റത്തിൻ, ഖുദ്റത്തിൽ നിന്ന് മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നു. മുഹിയുദ്ദീൻ ശൈഖ് നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നു. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി അതിന് മാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. എന്നാ പിന്നെ ഇവിടെ ഈ ആയത്ത് ഞാൻ ഓതുമ്പോൾ ചിലർക്ക് പെട്ടെന്നൊരു സംശയം തോന്നും. അവിടൊക്കെ എന്ത റബ്ബിഹില്ലേ, എന്ത റബ്ബിഹില്ലേ, എന്ത മലീക്ക് മുഖ്തദിർ. അതുപോലെ ശുഹദാഇനെ സംബന്ധിച്ച് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം നല്ലേ, ഇൻദ റബ്ബിഹിം നല്ലേ. ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും ദുനിയാവായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വിളിച്ചു പറയുന്നവർ അവരുടെ അജ്ഞതയുടെ ആഴമാണ് ഈ ജനങ്ങളെ വിളിച്ചറിയിക്കുന്നത്. ഇതേ പ്രയോഗം മലക്കുകളെ സംബന്ധിച്ച് പ്രയോഗിച്ചില്ലേ? വമൻ ഇൻദഹു, മലക്കുകളെ സംബന്ധിച്ചല്ലേ ആ പറഞ്ഞത്? വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതി. അള്ളാഹുവിന്റെ പ്രത്യേക സാമീപ്യത്തിൽ ജീവിക്കുന്ന മഹാന്മാരായ മലക്കുകൾ അവരൊരിക്കലും അഹങ്കരിക്കുകയില്ല. എന്നാൽ അതേ മലക്കുകൾ തന്നെയാണ് ഭൂമിയിലേക്ക് വഹ്യായി വരുന്നത്. ആ മലക്കുകൾ തന്നെയാണ് വൽ മുദബ്ബിറാത്തി അംറിന്റെ പരിധിയിൽ വരുന്ന ഈ ഭൂമിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ തന്നെയാണ് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ഭൂമിയിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞത്.
എങ്കിൽ ആ പ്രയോഗം ആദരവിന്റെ പ്രയോഗമാണ്. അവർക്ക് പ്രത്യേകമായ ബഹുമാനമുണ്ട്, പ്രത്യേകമായ കുറവുണ്ട്, പ്രത്യേകമായ മഹത്വമുണ്ട്. ആ മലക്കുകൾ പാറിപ്പറക്കുന്നത് പോലെ ഈ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അവരുടെ അവസ്ഥയിലേക്ക് ഉയർന്ന ആളുകൾക്ക് പാറിപ്പറക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, അതിന്റെ ധ്വനി. ഇത് എന്റെ വകയല്ല. തഫ്സീർ റാസിയിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫകമാ അന്നഹു മദ്കൂറുൻ ഹാഹുനാ ഫകദാ ഫീ സിഫത്തിൽ മലായിക മദ്കൂറുൻ വഹുവ ഖൗലുഹു വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി ഫഇദാ ഫഹിംത السعادة الحاصلة للملائكة بكونهم عند الله فهمت السعادة الحاصلة للشهداء بكونهم عند الله. നോക്കണം, മലക്കുകളെ സംബന്ധിച്ച് ഇൻദല്ലാഹ് എന്ന പ്രയോഗത്തിന് എത്ര വലിയ അർത്ഥമുണ്ടോ അതൊന്ന് മനസ്സിലാക്കുക ആദ്യം. അപ്പൊ തിരിയും അള്ളാഹുവിന്റെ ശുഹദായിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഔലിയായിനെ സംബന്ധിച്ചും എന്താ മലീക്കും മുഖ്തദിറൊക്കെ പറഞ്ഞതിന്റെ പൊരുള് എന്താണെന്ന് അപ്പൊ തിരിയുന്നാണ് ബഹുമാനപ്പെട്ട തഫ്സീറുൽ കബീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ ആയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബിഖാഇ അവരുടെ നിളമുദ്ദുറിൽ പറയുന്നുണ്ട്, ഇത്തരം ആളുകൾ ഫഹുവ ഖലീഫത്തുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഖലീഫമാരാകും, ഫീ കൗനിഹി മുൽകിഹി വ മലകൂതി, അല്ലാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ അവർ പലതും ചെയ്തുകൊണ്ടിരിക്കും. ഫീ കൗനിഹി പ്രപഞ്ചത്തിൽ, മുൽകിഹി ഭൗതികമായ ലോകത്തും, വ മലകൂതിഹി അഭൗതികമായ ലോകത്തും. അങ്ങനെ ബഹുമാനപ്പെട്ട അയിമ്മത്ത് വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ മശായിഖന്മാർ, നമ്മുടെ ഈ ഔലിയാക്കൾ, ഈ നിലക്ക് തസ്കിയത്ത് സ്വീകരിക്കുന്ന ആളുകൾ, അവരുടെ വഴി എത്ര വലുതും എത്ര സുന്ദരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ആദ്യമായി പറയേണ്ടത്, ളുലുമാത്തിൽ നിന്ന് നൂറിലേക്കുള്ള പ്രവേശനം, അത് ഇലാ സിറാത്തിൽ അസീസുൽ ഹമീദ്, അസീസുൽ ഹമീദിന്റെ മാർഗത്തിലേക്കുള്ള അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങളാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലാ സിറാത്തിൽ അസീസുൽ ഹമീദ്, അസീസും ഹമീദുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരിക. അപ്പൊ ഈ ശുദ്ധിയാകുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിന്റെ പൊരുളുകൾ, അതിന്റെ അസ്റാറുകൾ, അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അതിനാണ് അങ്ങനെ പറഞ്ഞത്. അവിടെ തന്നെ അസീസുൻ ഹമീദുൻ എന്ന് രണ്ട് സിഫത്ത് പറയാൻ കാരണം, ഒന്ന് ജലാലിന്റെ സിഫാത്തിലേക്ക്, പ്രൗഢിയുടെ പ്രതാപത്തിന്റെ മുതക്കബ്ബിർ മുൻതഖിം പോലെയുള്ള പ്രതാപത്തിന്റെ വിശേഷണത്തിലേക്ക് സൂചിപ്പിക്കുന്നു അസീസ്. ഹമീദ് ജമാലിന്റെ കാരുണ്യത്തിന്റെ വിശേഷണങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നു. ഇത് രണ്ടിലേക്കുമുള്ള പ്രയാണം അള്ളാഹുവിനെ ഖൗഫ് റജാ വിടാതെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, രണ്ടിലും പതറാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരേപോലെ പോകണം. ഇതിന് പോകണമെങ്കിൽ ശുദ്ധി വേണം. ശുദ്ധിക്കനുസരിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയുള്ള പ്രയാണം ആരംഭിക്കും. ആ നാമങ്ങളിലൂടെയുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാകുമ്പോൾ, അങ്ങനെ മനസ്സിലായി അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെ സംബന്ധിച്ചും മനസ്സിലായി വർദ്ധിച്ച് 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 അങ്ങനെയാണ് അല്ലാഹ് എന്ന പരമ്പൊരുളിലേക്ക് എത്തുന്നത്. ആ പരമ്പൊരുളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഈ അസ്മാഉ സിഫാത്തിനെ മനസ്സിലാക്കലിലൂടെയാണ്. അങ്ങനെ അങ്ങോട്ട് എത്തും. അങ്ങനെ അങ്ങോട്ട് എത്തുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കൽ ആവുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നിലയ്ക്ക് ബദലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനുള്ള പ്രത്യേക നൂറും പ്രത്യേക ഹിദായത്തും ലഭിക്കുകയും ചെയ്യും. അങ്ങനെ തുടങ്ങി പിന്നീട് ആ കിതാബിനെ സംബന്ധിച്ചും ലിത്തുഖ്രിജ, ആരാണ് ഇങ്ങനെ പുറപ്പെടുവിക്കേണ്ടത്, ഷെയ്ഖിലേക്കുള്ള ഷർത്തൊക്കെ അവിടെ വിശദീകരിക്കപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിയും. സമയം വൈകുകയും നിങ്ങൾക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇത്തരത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമ്മുടെ മശായിഖന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ തഫ്സീറുകളിലൂടെ നാം കണ്ണോടിച്ചാൽ നമുക്ക് അത്ഭുതകരമായ വിജ്ഞാനത്തിന്റെ മുത്തുകൾ കരസ്ഥമാക്കാൻ കഴിയും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധി നേടിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാനും
അങ്ങനെ അള്ളാഹുവിന്റെ മഹബ്ബത്തും അള്ളാഹുമായുള്ള ബന്ധവും ഖുർബും വസ്ലും മഅരിഫത്തും ധാരാളമായി വർദ്ധിച്ച് ലഭിക്കുവാനും ഇത്തരം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.